എന്നാലും നാടിനെ നടുക്കിയ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ മണ്ണിനടിയിൽ വെള്ളത്തിൽ വീണ പുഴയിൽ വീണ ബസ്സിനെ ഉയർത്തുന്ന ദൗത്യം പുരോഗമിക്കുകയാണ്. ഈ സ്ഥലത്ത് നിന്നും ജോഷില ചേരുന്നുണ്ട്. ജോഷില, ഏറെ നേരമായി തുടരുന്ന ഒരു ദൗത്യമാണ്. അതേസമയം കാലാവസ്ഥയടക്കം പ്രതികൂലമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും പുരോഗതിയുണ്ടോ രക്ഷാ ദൗത്യത്തിൽ? അതേസമയം ഈ മണ്ണിനടിയിൽപ്പെട്ട 5 പേർക്ക് വേണ്ടിയും തിരച്ചിൽ പുരോഗമിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കാലാവസ്ഥ പ്രതികൂലമാണ്. എന്നാൽ ബസ് ഉയർത്താനുള്ള ശ്രമം അതേസമയം തന്നെ നടക്കുകയാണ്. നേരത്തെ ഈ മണ്ണൊലിപ്പ് ഉണ്ടായ സമയത്ത് നേരെ തൊഴിലാളികളെ ഇറക്കിയിരുന്ന ബസ് ഈ അപകടത്തിൽ പെടുകയായിരുന്നു. ആ ബസ്സിൽ ഇനി മൃതശരീരങ്ങൾ വല്ലതുമുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തുണ്ടോ എന്നൊക്കെയുള്ള പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. എന്തായാലും ബസ് ഉയർത്താനുള്ള ശ്രമം ഇപ്പോൾ നടക്കുകയാണ്. നല്ല മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ പോലും ക്രെയിൻ ഉപയോഗിച്ച് അതിസാഹസികമായി ആളുകൾ അതിലേക്ക് ഇറങ്ങി NDRF സംഘവും ഫയർഫോഴ്സും അടക്കമുള്ള ആളുകൾ ഈ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. പുഴ അതിശക്തമായി കുത്തിയൊലിച്ചൊഴുകുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ആ സാഹചര്യത്തിൽ പോലും അത് ബസ് ഉയർത്താനുള്ള ഒരു ശ്രമം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ബസ് ഉയർത്താനുള്ള ശ്രമത്തിനിടയിൽ ബസ് മറിഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. എന്തായാലും ഇന്ന് ബസ് ഉയർത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനടിയിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് അല്പം മാറി ബസ് കിടക്കുകയാണിപ്പോൾ. ആ സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബസ് ഉയർത്താനുള്ള ശ്രമവും അതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മീനാക്ഷി പാലത്തിന് മുകളിൽ ക്രെയിനിലൂടെ ആളുകളെ ഇറക്കിയാണ് അതിസാഹസികമായിട്ടാണ് ബസ് ഉയർത്താനുള്ള ശ്രമം നടക്കുന്നത്. അതിശക്തമായ രീതിയിൽ ആരണപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി പാലത്തിന് താഴെയുള്ള പുഴ ആരണപ്പുഴ എന്നാണ് അറിയപ്പെടുന്നത്. ആ പുഴ അതിശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്കാണ് ബസ് മറിഞ്ഞു വീണത്. ഈ ഒഴുക്കിൽപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന മണ്ണൊലിപ്പിൽ ഈ പുഴയിലേക്കാണ് മറിഞ്ഞു വീണത്. അതിനിടയിൽ തൊഴിലാളികൾ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള പരിശോധന കൂടി നടത്തേണ്ടതുണ്ട്. അതേസമയം തന്നെ ഇന്ന് മറ്റു രീതിയിലുള്ള തിരച്ചിലുകളൊക്കെ തന്നെ അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സംഘം, ദൗത്യസേന. അതേസമയം എന്നാൽ അതിനിടയിലാണ് ഇത്തരമൊരു പ്രവർത്തനത്തിലേക്ക് കടന്നിരിക്കുന്നത്. ബസ് ഉയർത്താനുള്ള ശ്രമം കൂടി നടത്തിയത് രാവിലെ 8 മണിയോടെയാണ് തിരച്ചിൽ ആരംഭിച്ചത്. എന്നാൽ പൊതുവെ ഇന്ന് ആ തിരച്ചിലിന് ഒരു മന്ദഗതിയിലായിരുന്നു തിരച്ചിൽ മുന്നോട്ട് പോയത് എന്ന് വേണം പറയാൻ. കാരണം 5 പേരെയും കണ്ടെത്താനായില്ല എന്നുള്ളത് ഏറ്റവും നിരാശാജനകമായ കാര്യം കൂടിയാണ്. ഇന്ന് 5 പേരെ, അതായത് ഇന്നലെ കാണാതായ 5 പേരെ ഇന്ന് കണ്ടെത്താൻ കഴിയും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. എന്നാൽ അത് സാധിച്ചിട്ടില്ല. ഇത്രയും നേരത്തെ തിരച്ചിലിൽ അത് സാധിച്ചിട്ടില്ല എന്നുള്ളത് നിരാശാജനകമായ ഒരു കാര്യം കൂടിയാണ്. നമുക്കറിയാം, മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സമയത്തൊക്കെ തന്നെ ആളുകളെ കണ്ടെത്തിയത് അതിദ്രുതഗതിയുള്ള പരിശോധന നടന്നിരുന്നു. നേരത്തെ മുൻ മന്ത്രിയായിരുന്ന K. രാജൻ ഇവിടെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു തിരച്ചിലിനടക്കം സർക്കാരിൻ്റെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ എല്ലാ പിന്തുണയും നൽകുന്നു, മറ്റു വിവാദങ്ങൾക്കൊന്നും ഇല്ല എന്നുള്ളതാണ്. എന്നാൽ പോലും ഇവിടെ റഡാർ പരിശോധന ആവശ്യമുണ്ട് എന്നാണ് ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു സമയത്തൊന്നും തന്നെ ഈ ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന ഈ മഴയുള്ള സമയത്ത് അത് എത്രമാത്രം തൃപ്തികരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് പറയാൻ സാധിക്കില്ല. നേരത്തെ ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തിയ സ്ഥലത്ത് മണ്ണിനടിയിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടോ എന്നുള്ളൊരു സംശയത്തിൽ അവിടെ തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ അവിടെ മനുഷ്യ ശരീരമൊന്നും കണ്ടെത്താനായിട്ടില്ല. എന്നാൽ ഇന്നലെ ഗതാഗതം സ്ഥാപിക്കുന്നതിനായി മീനാക്ഷി പാലത്തിന് മുകളിലും അതുപോലെ തന്നെ അനുബന്ധ റോഡിലുമൊക്കെ ഉള്ള മണ്ണ് നീക്കം ചെയ്തിരുന്നു ഇന്നലെ രാത്രി. അതേസമയം തിരച്ചിൽ നടത്തേണ്ട സമയത്ത് അത്രയേറെ ജാഗ്രത മനുഷ്യർക്ക് വേണ്ടിയുള്ള തിരച്ചിലിൽ നടത്തിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ കുറച്ചുപേർ തിരച്ചിൽ നടത്തി എന്നല്ലാതെ 8 മണിക്ക് ശേഷമാണ് NDRF സംഘം 4 സംഘങ്ങളായി, അതുപോലെ തന്നെ പോലീസ് ഫയർഫോഴ്സ് ഒക്കെ തന്നെയായി 4 സംഘങ്ങളായി തിരച്ചിൽ ആരംഭിച്ചത്. ആ തിരച്ചിലും ഈ 5 പേരെ കണ്ടെത്താനായില്ല എന്നുള്ളത് നിരാശാജനകമായ കാര്യമാണ്. എന്തായാലും ഇന്ന് ഈ തിരച്ചിലൊക്കെ അവസാനിപ്പിച്ച് സമയത്ത് പോലും ഈ 5 പേരെ കുറിച്ചുള്ള മറ്റൊരു വിവരവും അല്ലെങ്കിൽ സ്ഥിരീകരണവും നടന്നിട്ടില്ല എന്നുള്ളത് ഏറെ നിരാശാജനകമായ ഒരു ദിവസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഉമ.
ശരി ജോഷില, എന്തായാലും ഇന്നത്തെ രക്ഷാദൗത്യം നിർത്തിവെച്ചിരിക്കുന്നു എന്ന വിവരമാണ് ജോഷില പങ്കുവയ്ക്കുന്നത്. ഇനിയും 5 ജീവനുകൾക്കായുള്ള തിരച്ചിലും തുടരുകയാണ്. അതേസമയം പുഴയിലേക്ക് മറിഞ്ഞ ബസ്സിന് ഉയർത്താനുള്ള ശ്രമങ്ങളും തൽക്കാലം നിർത്തിവെക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്.